ന്യൂസ് നൈറ്റിലേക്ക്. വ്യാജ സിദ്ധന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും അന്ധവിശ്വാസത്തിന്റെയും നാടായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. അഹിന്ദുവായതിന്റെ പേരിൽ ഗായകൻ യേശുദാസിനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാത്തതിനെയും വി.എസ്. അച്യുതാനന്ദൻ വിമർശിച്ചു. വാദ്യകലാകാരനായ പെരിങ്ങോട് ചന്ദ്രന്റെ ജീവിതകഥയായ തിമിലയിലെ ജാതികാലം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദളിതനായതിന്റെ പേരിൽ വാദ്യകല പ്രകടിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട പെരിങ്ങോട് ചന്ദ്രന്റെ ജീവിതകഥ പ്രകാശനം ചെയ്തപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിച്ചത്. ഇലത്താള കലാകാരനായ കല്ലൂർ ബാബുവിനെ ജാതിയുടെ പേരിൽ ഗുരുവായൂരിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നു. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് രാമപൊതുവാളിന്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദനെ അമ്മയുടെ ജാതിയുടെ പേരിലാണ് ഒഴിവാക്കിയത്. കണ്ണനെയും കാണാത്ത ദൈവങ്ങളെയും പാടിയുറക്കുന്ന ഗായകൻ യേശുദാസിന്റെ മധുരസ്വരം ആസ്വദിക്കാം. എന്നാൽ അഹിന്ദു എന്ന പേരിൽ അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഗുരുവായൂർ സന്നിഗ്രഹം കൊണ്ട് വെളിച്ചം പകർന്നുവെന്ന് നാം വീമ്പിളക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അടുത്ത ഇടത്താളം കലാകാരനായ കല്ലൂർ ബാബുവിനെ ജാതിപ്പേര് പറഞ്ഞ് ഇറക്കിവിട്ടതെന്ന് നോക്കണം. കണ്ണനെ മാത്രമല്ല, കാണപ്പെടാത്ത ദൈവങ്ങളെപ്പോലും പാടിയുറക്കുന്ന നമ്മുടെ വിശുദ്ധ ഗായകൻ യേശുദാസ് അഹിന്ദുവായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രവളപ്പിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. ഗുരുവായൂർ ഗോപുരവാതിൽ തുറക്കും. ഞാൻ ഗോപകുമാരനെ കാണും എന്ന ഏറെ പ്രസിദ്ധമായ യേശുദാസിന്റെ പാട്ടുകെട്ട് മതിമറക്കാൻ ആർക്കും ഈ ശബ്ദമാധുര്യത്തിന്റെ ഉടമയുടെ അഹിന്ദുത്വം ഒരു തടസ്സവും ഉണ്ടാകുന്നില്ലെന്നതാണ് രസകരം. ആൾ ദൈവങ്ങളുടെയും അന്ധവിശ്വാസത്തിന്റെയും വ്യാജസിദ്ധന്മാരുടെയും നാടായി കേരളം മാറിയെന്ന് വി.എസ്. ചൂണ്ടിക്കാട്ടി. കേരളം ഇപ്പോൾ റിവേഴ്സ് ഗിയറിലാണ് സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പി. വാസുദേവൻ എഴുതിയ തിമിലയിലെ ജാതിക്കാലം കല്ലൂർ ബാബുവിന് നൽകിയാണ് വി.എസ്. പ്രകാശിപ്പിച്ചത്. ഡി. ധനസുമോത്ത്, ഇന്ത്യ വിഷൻ, കൊച്ചി. കേരളം അന്ധവിശ്വാസങ്ങളുടെ സ്വന്തം നാടോ എന്നാണ് ന്യൂസ് നൈറ്റ് പരിശോധിക്കുന്നത്. ഇടതു ചിന്തകൻ സുനിൽ പി. ഇളയടം, സാമൂഹ്യ നിരീക്ഷകൻ സിവിക് ചന്ദ്രൻ, മനോരോഗ വിദഗ്ധൻ ഡോക്ടർ കെ.എസ്. ഡേവിഡ്, ഫിലോസഫി എഴുത്തുകാരൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് തത്സമയ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം സുനിൽ പി. ഇളയടത്തിലേക്ക്. വീണ്ടും ഒരു നവോത്ഥാനത്തിന് കാതോർക്കുകയാണോ കേരളം? അന്ധവിശ്വാസങ്ങൾ, ആൾ ദൈവങ്ങൾ, ഒപ്പം ജാതി വിവേചനം. ഒരു കാലത്ത് വീട്ടിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും അടക്കം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കാലിക പ്രസക്തി വർദ്ധിച്ചിരിക്കുന്നു. വീണ്ടും ഒരു നവോത്ഥാനം എന്ന ആശയം വാസ്തവത്തിൽ വളരെ അപ്രായോഗികമായ, നവോത്ഥാനത്തെ വളരെ കാൽപ്പനികമായി മാത്രം നോക്കിക്കാണുന്ന ഒരു സമീപനത്തിൻ്റെ ഉൽപ്പന്നമാണെന്നാണ് ഞാൻ കരുതുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന കേരളീയ സമൂഹത്തിൻ്റെ, കേരളീയ ജീവിതാവസ്ഥയുടെ ഉള്ളിൽ നവോത്ഥാനത്തിൻ്റെ തന്നെ ആന്തരിക വൈരുദ്ധ്യങ്ങളുണ്ട്. നവോത്ഥാനം കളങ്കമേതുമില്ലാത്ത വളരെ വിശുദ്ധമായ ഒരു സന്ദർഭമായിരുന്നു എന്ന മട്ടിൽ അതിനെ കാണുന്നതിൽ ധാരാളം പരിമിതികളുണ്ട്. അതേസമയം തന്നെ നവോത്ഥാനം രൂപപ്പെടുത്തിയെടുത്ത ജീവിത മൂല്യങ്ങൾ, അടിസ്ഥാനപരമായ ജനാധിപത്യബോധം, നൈതികത, ഇവയെല്ലാം തന്നെ പൊതുവിൽ ദുർബലാവുകയും ചെയ്തിട്ടുണ്ട്. മതജീവിതത്തെ സംബന്ധിച്ച് മുഖ്യമായിട്ടും പറയാവുന്നൊരു കാര്യം, നവോത്ഥാനം മതജീവിതത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഞാൻ കരുതുന്നത് മതത്തെ അതിൻ്റെ ആചാരപരതയിൽ നിന്ന്, പൗരോഹിത്യത്തിൽ നിന്ന് എല്ലാം മോചിപ്പിച്ച് മതത്തെ ഒരു നൈതിക പ്രേരണയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നീതിയെക്കുറിച്ചുള്ള ഉള്ളൂർ പാടിയ വലിയൊരു വരിയുണ്ട്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഇത് വളരെ വലിയൊരാശയമാണ്. കാരണം നാരായണഗുരു തന്നെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം ആത്മസുഖം അപരൻ്റെ ഗുണമാകണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ മോക്ഷസങ്കല്പത്തെ, സന്യാസ സങ്കല്പത്തെ ഒക്കെ ആദ്യമായി ആത്മത്തിൽ നിന്ന് അപരത്തിലേക്ക് തുറക്കുന്ന വലിയൊരു വഴിയാണ് ഗുരുവിൻ്റേത്. ഇങ്ങനെ അപരത്തെക്കുറിച്ചുള്ള വലിയൊരു ഉത്കണ്ഠ, കൺസേൺ ഫോർ ദ അതർ എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച് ലെവിനാസ് പറയുക.
ആ കൺസേൺ ഫോർ ദ അതർ ഗുരു ലെവിനാസിനും ഒക്കെ വളരെ മുമ്പ് തന്നെ അപരബന്ധം എന്ന നിലയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് നാരായണ ഗുരുവിൽ മാത്രമല്ല, ഗാന്ധിജിയിലും വിവേകാനന്ദനിലും ഒക്കെ പല നിലകളിൽ തുടരുന്നുണ്ട്. ഈ അടിസ്ഥാന നൈതിക ബോധത്തെയാണ് നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ പിൽക്കാലത്ത് ഈ നവോത്ഥാനത്തിൻ്റെ ഈ നൈതികമായ മതാത്മക മൂല്യങ്ങളെല്ലാം തകർന്നടിയുകയും ആ സ്ഥാനത്തേക്ക് മതമെന്ന് പറയുന്നത് കേവലമായ ആചാരപരതയും പൗരോഹിത്യവും അന്ധവിശ്വാസങ്ങളും ആൾദൈവങ്ങളും അവരുടെ എടുത്താൽ പൊങ്ങാത്ത കെട്ടുപാടുകളും സാമ്പത്തിക ഭ്രമങ്ങളും എല്ലാം ചേർന്ന് ആകാവുന്നത്ര ചീത്തയായി. ഇന്ന് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാവിധി തന്നെ ശത്രുസംഹാര പുഷ്പാഞ്ജലിയാണ്. ശത്രുത്വം നശിപ്പിക്കാനാണ്, ശത്രുവിനെ ഇല്ലാതാക്കാനല്ല എന്നൊക്കെ അതിന് വ്യാഖ്യാനമുണ്ട്. അതറിയാണ്ടല്ല ഞാൻ പറയണത്. പക്ഷേ പൂജ നടത്തുന്നത് ശത്രുത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. അമ്മാതിരി ഭക്തന്മാരും അധ്യാത്മത്തിൻ്റെ യാതൊരു അടിസ്ഥാന നൈതികതയും ഇല്ലാത്ത ഒരാൾക്കൂട്ടവും ചേർന്ന് നമ്മുടെ മതജീവിതത്തെ സമ്പൂർണ്ണമായ തകരാറിലാക്കി. ഇതിന് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇതിന് കേവലം മതം മാത്രമല്ല ഉത്തരവാദി. മതത്തിനെ ഈ നിലയിൽ രൂപാന്തരപ്പെടുത്തുന്നതിൽ അന്നത്തെ സാമൂഹിക ജീവിതത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. സാമൂഹിക ജീവിതം മതത്തോട് നൈതികമാകാൻ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. ആ സമ്മർദ്ദം പൊതുജീവിതത്തിൽ നിന്ന് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് മതത്തെ ഒരു പൗരോഹിത്യ ആചാരമാക്കി മാറ്റി എന്നതാണ് ഇന്നത്തെ സ്ഥിതി. ഞാൻ താങ്കളിലേക്ക് വരാം. സിവിക് ചന്ദ്രൻ, നമ്മുടെ വിശ്വാസികളെ മുഴുവൻ ഭൂരിപക്ഷം വിശ്വാസികളെയും അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അതിന് ശാസ്ത്രീയമായ ബോധമോ സാംസ്കാരികമായിട്ടുള്ള ബോധമോ ഉണ്ടാകുന്നില്ല. എവിടെയാണ് മലയാളി സമൂഹത്തിന് പാളിച്ച സംഭവിച്ചത്? അച്യുതാനന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം രണ്ട് പഴയ കഥകൾ പറയുന്നു. യേശുദാസുമായി ബന്ധപ്പെട്ട കഥ, നമ്മുടെ തിമില കലാകാരനുമായി ബന്ധപ്പെട്ട കഥ. അതിനപ്പുറത്ത് വേറെ ഒരു 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 പ്രകടമായ വേറൊരു വശം, താൻ ഇത്രയും കാലം പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്നിട്ട് രാഷ്ട്രീയം കളിച്ചിട്ടും പല കാലങ്ങളിലും കേവലമായ ഐഡലിസത്തിൻ്റെ രാഷ്ട്രീയ കളിച്ചിട്ടും കേരളം റിവേഴ്സ് ഗിയറിലേക്ക് പോവുകയാണല്ലോ, കേരളം ആൾ ദൈവങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണല്ലോ എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ അതിനർത്ഥം CN ശ്രീകണ്ഠൻ നായർ ഒരു നാടകത്തിൽ രാവണനെ വെച്ചുകൊണ്ട് പറയുന്നത് പോലെ, എന്തൊരു ധൂർത്തായിരുന്നു എൻ്റെ ജീവിതം. അദ്ദേഹം ആ ഗൗരവത്തിലാണത് പറയുന്നെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം പരാജയപ്പെട്ടിരിക്കുന്നു, തനിക്ക് റിട്ടയർ ചെയ്യാൻ സമയമായി എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയും ഒരു വ്യാഖ്യാനിക്കാവുന്നതാണ്. ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞതെങ്കിൽ. കാരണം ഒരു സമൂഹം ഇത്രയും ദശകങ്ങളായി സാമൂഹ്യ പ്രവർത്തനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ എല്ലാ ആരൂഢങ്ങളും തകർത്ത് അത് തിരിഞ്ഞു പോവുകയാണ്, റിവേഴ്സ് ഗിയറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നാം അച്യുതാനന്ദൻ്റെ തലമുറ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ സമയമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കാലിക പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ് രാഹുൽ ഈശ്വർ. അങ്ങേയറ്റം മത അന്ധത, ഒപ്പം മതത്തിൻ്റെ പേരിലുണ്ടാകുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതിൻ്റെ പിന്നിൽ വൈകൃതമായ ഒരു സമൂഹത്തെ കൂടി സൃഷ്ടിക്കുന്നു. അങ്ങേയറ്റത്തെ ക്രിമിനൽ സ്വഭാവങ്ങൾ ഉയരുന്നു, ലൈംഗിക ചൂഷണം ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ വരെ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മതമേലധ്യക്ഷന്മാരുടെ, അത് ഹൈന്ദവ സമുദായമായാലും ക്രൈസ്തവ സമുദായമായാലും മുസ്ലിം സമുദായമായാലും, മതമേലധ്യക്ഷന്മാരുടെ അടക്കം അനുവാദത്തോടെ, ഒരു മൗനാനുവാദത്തോടെയാണ് ഇതെല്ലാം അരങ്ങേറുന്നത്. അല്ല, മതത്തിൻ്റെയോ വിശ്വാസ പ്രമാണങ്ങളുടെയോ പ്രത്യയശാസ്ത്രത്തിനുമെല്ലാം കാലം പോകുമ്പോൾ ഒരു റിന്യൂവൽ, ഒരു റീജൂവിനേഷൻ, ഒരു നവോത്ഥാനം ഒരർത്ഥത്തിൽ ആവശ്യമാണ്. ശ്രീ അച്യുതാനന്ദ സാറിൻ്റെ പ്രസ്താവന സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റുന്ന ദിവസമായിരിക്കും കേരളത്തിൻ്റെ രണ്ടാം നവോത്ഥാനമെന്ന് വിശ്വസിക്കുന്ന, ബ്രാഹ്മണ്യാർജിത ശാന്തിയിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരുണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ. ഒരു വിഷയം തന്നെ എടുക്കാം, യേശുദാസിനെ ഗുരുവായൂരിൽ കയറ്റുന്ന വിഷയം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്നടക്കം ലീവ് എടുത്ത്
3-4 ആഴ്ചകൾ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുകയും അതിനോട് അടുത്തെത്തുകയും ചെയ്തതാണ്. 95% ഹൈന്ദവ സമൂഹ സംഘടനകളും അതിന് യോജിപ്പ് കൊടുത്തതുമാണ്. RSS മുതൽ വിശ്വ ഹിന്ദു പരിഷത്ത് മുതൽ NSS അല്ലെങ്കിൽ പ്രമുഖ എല്ലാ ഹിന്ദു സാമുദായ സംഘടനകൾക്കും അനുകൂലമായൊരു നിലപാടായിരുന്നു. എന്തേ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത്? ജി സുധാകരൻ സാറിനെ പോലെ ആദർശധീരനായ അല്ലെങ്കിൽ ശക്തനായ ഒരു ഭരണാധികാരി ചെയ്തെടുക്കാൻ കഴിയാത്തത് അതിന് നയവും മയവും ആവശ്യമാണ്. കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷേ കൂടെ നിന്ന് പരിവർത്തനത്തിലേക്ക് ഒരു കാര്യത്തെ നയിക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മാറി നിന്ന് സിസ്റ്റത്തിന്റെ വെളിയിൽ നിന്ന് ഇത് തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് സിസ്റ്റത്തിനൊപ്പം നിന്ന് സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് അതിൽ കാലികമായ പരിവർത്തനം വരുത്തണമെന്നുള്ളതാണ്. ഇന്ന് വിവേകാനന്ദ സ്വാമിയോ ശ്രീനാരായണ ഗുരുദേവനോ അയ്യങ്കാളിയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയോ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും യേശുദാസിനെ തടയുന്നത് ശരിയാണെന്ന് പറയില്ല. ഈ അഭിപ്രായം 100% ഈ എയറിലുണ്ട്. 99% ഹിന്ദുക്കളോട് ചോദിച്ചാലും ഇത് ശരിയല്ലെന്നേ പറയൂ. ഈ മതപൗരോഹിത്യം എന്ന് പറയുന്ന തന്ത്രിമാരടക്കമുള്ളവർക്കും വലിയൊരു ശതമാനത്തിനോട് യോജിപ്പാണ്. നമുക്കില്ലാതെ പോകുന്നത് ഇതിന്റെ നയവും മയവും അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം കൂടിയാണ്. സമൂഹത്തിന്റെ ചാലക ശക്തിയായി പ്രവർത്തിക്കേണ്ട ഇവർ മാറി നിന്ന് ബൗദ്ധികതയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനേക്കാൾ വേണ്ടത് ഒരുമിച്ചിരുന്ന് കൂടെ ഇരുന്ന് കാലത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ ആത്മീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ജാതീയതയുടെ പ്രശ്നവും ബ്രാഹ്മണ്യാർജിത ശാന്തി അടക്കമുള്ള കാര്യങ്ങളുടെ പ്രശ്നവും അല്ലെങ്കിൽ സമുദായത്തിന്റെ പേരിൽ ബാക്കി നിർത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനം വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്. യുക്തിക്ക് താഴെ ഒരു ഭക്തിയുണ്ട്, യുക്തിക്ക് മുകളിൽ ഒരു ഭക്തിയുണ്ട്. ആ യുക്തിക്ക് മുകളിലുള്ള ഭക്തിയെ സ്വീകരിക്കാനും വിശിഷ്യ ഹൈന്ദവ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം ക്രിസ്തീയ ഇസ്ലാമിക വിശ്വാസം പോലെ ക്രോഡീകൃതമായ ഒരു സമൂഹമല്ല. അവർ വളരെ ശിഥിലമായി കിടക്കുന്ന അനൈക്യത്തിൽ കിടക്കുന്ന സ്ട്രക്ചേർഡ് അല്ലാത്തൊരു സമൂഹമാണ്. അതിലൊരു എവല്യൂഷൻ കൊണ്ടുവരാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഓരോ സമുദായത്തിനും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഹിന്ദുക്കളുടെ കാര്യം എടുത്താൽ ബ്രോഡ് മൈൻഡഡ് ആണെന്നുള്ളതാണ് പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് പെട്ടെന്ന് സൂപ്പർ ചീസ്റ്റ് ആവും എന്നുള്ളതാണ്. ഇസ്ലാം സമൂഹത്തിന്റെ കാര്യം എടുത്താൽ അതിൻ്റെ ഏറ്റവും പോസിറ്റീവ് വശം സ്ട്രിക്ട്ലി കോഡിഫൈഡ് ആണ്, അതിൻ്റെ നെഗറ്റീവ് വശം പെട്ടെന്ന് ഫെനാറ്റിസത്തിലേക്ക് പോകും. ക്രിസ്തീയ വിശ്വാസം എടുത്താൽ അത് വളരെ അതിൻ്റെതായ ചിട്ടയായ ഒരു പ്രവർത്തന രീതിയുണ്ട്, സമൂഹത്തിന് നന്മയുണ്ട്. അതിൻ്റെ നെഗറ്റീവ് സൈഡ് ഒരു പക്ഷേ കൺവേർഷനിസ്റ്റിലേക്കും മണി ഗിവൺ കൺവേർഷനിലേക്കും ഒക്കെ പോകുന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നമുക്ക് വേണ്ടത് ഊർജ്ജമുള്ള ഒരു പൊതുസമൂഹമാണ്. നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും ആ മൂല്യങ്ങളെ കാലത്തിനനുസരിച്ച് പ്രായോഗികമാക്കാനും അതിന് ചാലകശക്തിയായി നിന്നുകൊണ്ട് പരിവർത്തനം ഓൺ ഗ്രൗണ്ട് വരുത്താൻ കഴിയുന്നവർ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വാസ സമൂഹത്തെ ഒരുപാട് വേദികളിൽ പ്രതിനിധീകരിക്കുന്നതിൽ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും 99% വിശ്വാസികൾ നിങ്ങളുടെ കൂടെ. ഡോക്ടർ KS ഡേവിഡ്, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലമാണോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സാമൂഹ്യ വിപത്തുകളടക്കം ഉണ്ടാകാൻ ഇടവരുത്തുന്നത്? സമ്പത്തിനോടുള്ള അടങ്ങാത്ത ഭ്രമം, കുടുംബജീവിതത്തിലടക്കമുള്ള ശിഥിലീകരണം, അങ്ങനെ കയ്യിലുള്ള പണം ഇരട്ടിപ്പിക്കാൻ അടക്കം ഉള്ള ഏലസുകൾ, മന്ത്രങ്ങൾ, അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഉണ്ടാകുന്നു. മറ്റ് പീഡനങ്ങൾ കൊണ്ട് രോഗശാന്തി ഉണ്ടാകും എന്ന വിശ്വാസങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് മരണങ്ങളടക്കം നടക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത് മനുഷ്യരുടെ മൈൻഡ് സെറ്റ് ശരിയാവണം എന്നുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത് പെരുമ്പാവൂർ പോലുള്ള ഒരാൾക്ക് ഒരു ആനയുണ്ട്. ആനയുടെ പേര് ജോർജ് എന്നാണ്. ഈ ജോർജ് എന്ന് പറഞ്ഞ ആനയെ ഇവിടെ ഒരു അമ്പലത്തിൽ കൊണ്ടുവന്നപ്പോൾ കയറ്റാൻ സമ്മതിച്ചില്ല. അടുത്ത പ്രാവശ്യം അതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ മാറ്റി കൃഷ്ണ എന്ന് പേരിട്ട് കഴിഞ്ഞപ്പോൾ അതിനെ അമ്പലത്തിൽ കയറ്റി. ഇത്തരം മാനസിക ഭാവമാണ്. അതിന് യേശുദാസിൻ്റെ കാര്യത്തിലും ഇപ്പം നമ്മുടെ സുഹൃത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഏത് ഹൈന്ദവ നേതാക്കൾ, ഏത് ഹൈന്ദവ സംഘടനയുടെ ആത്മീയ നേതാക്കളും സംഘടന നേതാക്കൾ ആരിതുവരെ പറഞ്ഞിട്ടുണ്ട് യേശുദാസിനകത്ത് കയറ്റണമെന്ന്? ആരും പറഞ്ഞിട്ടില്ല. ഇനി അതുപോട്ടെ, ഏതെങ്കിലും ക്രിസ്ത്യൻ മതപുരോഹിതന്മാരും മേലധ്യക്ഷന്മാരും പറയുമോ യേശുദാസ് അമ്പലത്തിൽ കയറണമെന്ന്? കാരണം അതൊക്കെ ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ, നിലനിർത്തുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കാണേണ്ടത് ഇദ്ദേഹം നമ്മുടെ സുനിൽ പറഞ്ഞ പോലെ ഈ മനുഷ്യന് ഒരു പുതിയ നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ ആ ചിന്തകളിൽ പരിവർത്തനം വരണം. അത് വരണമെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അന്ന് പഴയ കാലത്തുണ്ടായിരുന്ന നവോത്ഥാന പ്രോസസ്സ് ആയിരിക്കില്ല ഇനി തുടങ്ങേണ്ടത്. ആ ഒരു മാറ്റമാണ് അനിവാര്യമായിട്ടുള്ള മാറ്റം. ഇതെന്താ ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും ഈ മേലധ്യക്ഷന്മാരുടെയും പുരോഹിതന്മാരുടെയും കാൽക്കൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അവരെ ഒരു 2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ എല്ലാ അധികപ്രസംഗങ്ങളും ഈ എല്ലാ അബദ്ധധാരണകളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രാജ്യത്ത് നടക്കുന്ന നിയമനിർമ്മാണം മൂലം സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് മീനാരങ്ങളും യാഗശാലകളും അരമനകളും മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി, ചിലപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടി മത നേതാക്കളുടെ കാലുകൾ ചെന്ന് വീഴും. ആ കാര്യം സംശയമൊന്നുമില്ല.
അപ്പോൾ ജനങ്ങളെ ഉയർത്താനുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്തരമൊരു മാറ്റങ്ങൾ നടത്താൻ കഴിയുള്ളൂ. ആ ഒരു അനിവാര്യത നമ്മൾ തിരിച്ചറിയണം. യെസ്, സുനിൽ പി ഇളയിടം, ഭരണഘടനാപരമായ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് പൗരന്മാരിൽ ശാസ്ത്രീയമായ ബോധം സൃഷ്ടിക്കുക എന്നത്. ശാസ്ത്രീയമായ അവബോധത്തിൻ്റെ പ്രതിഫലനമാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ. അവിടെ ഭരണകൂടം പരാജയപ്പെട്ടു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ സമുദായത്തിൽ, സമൂഹത്തിലടക്കം പ്രതിഫലിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതിലൊരു സംശയമില്ല. ഇപ്പോൾ ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റായിട്ട് ഭാവന ചെയ്യപ്പെട്ട ഒന്നാണ്. ഇന്ത്യൻ ഭരണ സംവിധാനം നിലവിൽ വന്ന ഘട്ടത്തിൽ നെഹ്റുവിനെ പോലുള്ള പ്രധാനമന്ത്രിമാർ അക്കാര്യത്തിൽ കർക്കശമായ നിലപാടെടുത്തവരുമാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ വെച്ച് പൂജ നടത്താൻ രാജേന്ദ്ര പ്രസാദ് തുനിഞ്ഞ സമയത്ത് അത് തടഞ്ഞ ആളായിരുന്നു നെഹ്റു. ഇന്ന് രാഷ്ട്രപതിമാരും പ്രധാനമന്ത്രിമാരും ആൾദൈവങ്ങളുടെ കാൽച്ചുവട്ടിൽ വണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത് ഇന്ത്യയാണ്, മറ്റുള്ളവർക്ക് പോകാം എന്ന് പ്രഖ്യാപിച്ച ഒരു MP ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം മാറിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ 60 വർഷം കൊണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയുന്നത്, മതനിരപേക്ഷത എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്ന് പണ്ഡിറ്റ് നെഹ്റു കെട്ടിയിറക്കിയ ഒരു വിഡ്ഢിത്താണ് എന്ന മട്ടിലാണ് ഇന്ത്യയിൽ അത് പലപ്പോഴും വിമർശിക്കപ്പെടാറ്. വാസ്തവത്തിൽ മതനിരപേക്ഷതയ്ക്ക് ഇന്ത്യയിൽ വളരെ ആഴത്തിൽ വേരുണ്ട്. അത് ഗാന്ധിജി കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു. നെഹ്റു ഇന്ത്യൻ സ്റ്റേറ്റിനെ സെക്യുലറാക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ത്യൻ പബ്ലിക് മൈൻഡിനെ സെക്യുലറാക്കുന്നതിൽ വേണ്ടുന്ന വലിയ ഇടപെടൽ ഗാന്ധി നടത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടത്. നെഹ്റു കൊല്ലപ്പെടാത്തതിന് മുമ്പ് ഗാന്ധിജി ഹിന്ദുത്വത്തിൻ്റെ വലിയ ശത്രുവായി തീർന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ഇന്ത്യൻ മണ്ണിൽ നിന്ന് അദ്ദേഹം ഈ പറയുന്ന മതനിരപേക്ഷതയുടെ ഒരു വലിയ പാരമ്പര്യത്തെ കണ്ടെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. നെഹ്റു അതിനെ വലിയ തോതിൽ സംരക്ഷിച്ചു. 1970-കൾ വരെ നമ്മുടെ സെക്യുലർ ക്രെഡൻഷ്യലിനെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു വലിയ ഭരണ സംവിധാനവും രാഷ്ട്രീയ പ്രക്രിയയും നിലനിന്നിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻ്റാണ് ഇന്ത്യയെ സെക്യുലറായ ഒരു സമൂഹമാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ചത്. കാരണം ജാതിഭേദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യരെ കൂട്ടിയിണക്കുന്ന വലിയൊരു പ്രവണതയായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരം മാറി. ഈ സാമ്രാജ്യവിരുദ്ധ ഊർജം ഇന്ത്യൻ പൊതുജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഘട്ടത്തിലാണ് മതം ഒരു വിഭാഗീയ ശക്തിയായി വലിയ തോതിൽ പടർന്നു കയറിയത്. 1980-90കളോടെ ഈ ആൻറ്റി കൊളോണിയലിനോ ആൻറ്റി ഇമ്പീരിയലിനോ വിളിക്കാവുന്ന പൊസിഷൻസ് എല്ലാം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൈയൊഴിയുകയും പൊതുവിൽ ഇന്ത്യൻ സമൂഹം മതത്തെയും ജാതിയെയും ചൊല്ലിയുള്ള വമ്പൻ വിഭജനത്തിന് വിധേയമാകുകയും ചെയ്തു. അതിൻ്റെ പരിസമാപ്തി മുഹൂർത്തമാണ് ഒരുപക്ഷെ ഇപ്പോൾ കോർപ്പറേറ്റ് ഹിന്ദുത്വം എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ സംവിധാനം അധികാരത്തിൽ എത്തിച്ചേർന്നത്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. സിവിക് ചന്ദ്രൻ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു VS അച്യുതാനന്ദൻ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിലെ ഔന്നത്യം. അതുകൊണ്ട് തന്നെ താങ്കളിലേക്ക് ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ അന്ധവിശ്വാസ അനാചാര നിരോധന നിയമം പാസ്സാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കടിഞ്ഞാണിടാൻ അത്തരത്തിലുള്ള നിയമം സഹായകരമാകും എന്ന വിലയിരുത്തലുണ്ട്. യുക്തിവാദി സംഘം ആ നിയമത്തിൻ്റെ കരട് ദബോൽക്കർ വിജ്ഞാപനം ചെയ്ത ആ കരട് നിയമത്തിൻ്റെ പതിപ്പ്, മലയാള പതിപ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സമർപ്പിച്ചിരുന്നു യുക്തിവാദി സംഘം കേരളത്തിൽ. കാര്യമായി അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായില്ല. കേവലം സന്തോഷ് മാധവനെ പോലെ 1-2 അത്തരത്തിലുള്ള വ്യക്തികളെ അകത്താക്കാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു ഇച്ഛാശക്തി ആ ഭരണകൂടം പോലും കാട്ടിയില്ല. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പിന്തുടർന്ന നവോത്ഥാനം തന്നെ ശരിയായിരുന്നു. അതിൻ്റെ തന്നെ ദൗർബല്യങ്ങളല്ലേ നേരെ എതിരായി അത് അഡ്രസ്സ് ചെയ്യുന്ന വ്യത്യസ്തമായി ഇപ്പോഴുള്ള ഒരു റിവേഴ്സ് ഗിയറിലേക്ക് നമ്മൾ നയിക്കുന്നു. ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ കൊളോണിയൽ ആധുനികതയാണ് നമ്മുടെ നവോത്ഥാനത്തിന് അടിസ്ഥാനമായിരുന്നെന്നും ഇപ്പോൾ സുനിൽ തന്നെ നെഹ്റുവിൻ്റെ സെക്യുലറിസത്തെക്കുറിച്ചും ഗാന്ധിയുടെ സെക്യുലറിസത്തെക്കുറിച്ചും പറയുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ പരസ്പരം സപ്ലിമെൻ്ററി ആയിട്ട് ഒന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു റിലീജിയസ് ആയ നാടാണ്. അനേക മതങ്ങളുള്ള, മതത്തിൽ തന്നെ ധാരാളം വ്യത്യസ്തതകളുള്ള, പാരമ്പര്യമുള്ള, സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു മതമാണ്. ഈ മതത്തിൽ തന്നെ സെക്യുലറിസത്തിൻ്റെ റൂട്ട്സ് ഉണ്ട്. ഈ റൂട്ട്സിനെ കണ്ടെത്താനല്ലല്ലോ യഥാർത്ഥത്തിൽ നവോത്ഥാനവാദികൾ ശ്രമിച്ചത്. പിന്നീട് അതിനെ പിന്തുടർന്നെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷവും ശ്രമിച്ചത് ഈ ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് തന്നെയുള്ള സെക്യുലറിസത്തിൻ്റെ വേരുകളെ കണ്ടെത്താനായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോഴും ഒരു
ഒരു ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശുദ്ധ പശുവൊന്നുമല്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ 500 വർഷക്കാലത്തെ ശാസ്ത്രമൊക്കെ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി സെക്യുലറിസത്തിൻ്റെ മാനിഫെസ്റ്റോ ഇറങ്ങിയ ഒരു കാലത്ത് നമ്മൾ ഈ പഴയ നവോത്ഥാനം തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നതിൽ തനി വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ശാസ്ത്ര പ്രചരണം നടത്താനുള്ള കാര്യം യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് സെക്യുലറിസ്റ്റുകൾക്കോ വോയിസ് ഇല്ലാത്ത ഒരു കാലമാണ് നമ്മുടേതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ തന്നെ പരാജയം കൊണ്ടാണ്. അപ്പോൾ യുക്തിവാദികൾ ആരെ ഗൗരവമാക്കി എടുക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട കേവലമായ മതത്തെ ഗൗരവമായി എടുക്കാത്ത, വിശ്വാസത്തെ ഗൗരവമായി എടുക്കാത്ത സെക്യുലറിസ്റ്റുകൾ ആരാ ഗൗരവമായി എടുക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുക? അതുകൊണ്ട് സ്വാഭാവികമായും അച്യുതാനന്ദൻ ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ അദ്ദേഹം പിന്തുടർന്ന നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പെശകുകൾ എന്തായിരുന്നു എന്ന് ഈ വയസ്സുകാലത്തെങ്കിൽ അദ്ദേഹം തിരിച്ചറിയണം, അത് തിരുത്താൻ ശ്രമിക്കണം. അദ്ദേഹം പൂർവ്വജന്മത്തിൽ അദ്ദേഹം ഒരു തുന്നൽക്കാരനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിക്കുന്ന കാലത്തും അദ്ദേഹം ഒരു തുന്നൽക്കാരനാണ്. കേരളത്തെ തുന്നിച്ചേർക്കുന്നതിൽ, കേരളത്തിന് കുപ്പായം തുന്നിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് അച്യുതാനന്ദനും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനവും വഹിച്ചത്. ഇപ്പോൾ അവർ തുന്നുന്ന കുപ്പായം ഈ ശരീരത്തിന് ചേരുന്നില്ല, അല്ലെങ്കിൽ ഈ ശരീരത്തിന് ചേരുന്ന കുപ്പായം തുന്നാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല, സെക്യുലറിസ്റ്റുകൾക്ക് കഴിയുന്നില്ല, യുക്തിവാദികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. കേരളത്തിന്റെ ശരീരത്തിലേക്ക്, ഇന്ത്യയുടെ ശരീരത്തിലേക്ക് തിരിച്ചു പോകണം. അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ പുതിയ തുന്നക്കാർ നമുക്ക് ആവശ്യമുണ്ട്, പുതിയ തുന്നൽ രീതികൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ധാരാളം വീണ്ടുവിചാരങ്ങൾ ആവശ്യമുണ്ട്. അതിന് പ്രകോപനമാകുമെങ്കിൽ അച്യുതാനന്ദന്റെ ഈ പ്രസ്താവന എന്നാണ് ഞാൻ ആശിക്കുന്നത്. രാഹുൽ ഈശ്വർ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം, പൈതൃകം അത് വിശ്വാസത്തിൽ കൂടി അധിഷ്ഠിതമായതാണ്. ആ വിശ്വാസമാണ് വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലടക്കം ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതടക്കം. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ മറവിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുണ്ട്. അതിനെ ചോദ്യം ചെയ്യപ്പെടാൻ, അതിനെ ഇല്ലാതാക്കാൻ ഏറ്റവും ആദ്യം പരിശ്രമിക്കേണ്ടത് ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന മേലധ്യക്ഷന്മാർ, പണ്ഡിതന്മാർ തന്നെയാണ്. അവർ ഈ ഘട്ടത്തിലെല്ലാം മൗനം ദീക്ഷിക്കുന്നു. ഇല്ല, എല്ലാവരും മൗനം പാലിച്ചത് പറയാൻ കഴിയില്ല. ഇതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഈ മതേതരത്വം, മതസൗഹാർദ്ദം എന്ന സങ്കല്പം അത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായതൊന്നുമല്ല. 2500 വർഷം മുമ്പ് ജൂതന്മാർക്ക് സ്ഥലം കൊടുക്കുന്നത് മുതൽ ലോകത്തിലെ ആദ്യ ക്രിസ്തീയ സമുദായം ഉണ്ടായ ഈ നാട്ടിൽ, അല്ലെങ്കിൽ ഏറ്റവും പഴയ ചേരമൻ പെരുമാൾ പള്ളികൾ ഉണ്ടായ ഈ നാട്ടിൽ, ശ്രീനാരായണ ഗുരുദേവനിൽ, അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് ജനിച്ച, തന്നെ കാണുന്നതിന് മുമ്പ് തൻ്റെ മുസ്ലിം സുഹൃത്തായ വാവരെയും ക്രിസ്ത്യാനിയായ വെളുത്തച്ഛനെയും കണ്ടിട്ട് വരാൻ പറഞ്ഞ അയ്യപ്പനുമൊക്കെ ഈ നാടിൻ്റെ ആത്മീയതയുടെ, സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ രൂപങ്ങളാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിൽ ഇടത് ചിന്തകന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം, അവരുടെ സെക്യുലറിസം ഒരു ആന്റി സ്പിരിച്വൽ, ആന്റി കൾച്ചറൽ, ആന്റി ഹിന്ദുസ്ഥാനി കൾച്ചർ ഒരു മോൾഡിലാണ് പലപ്പോഴും ഒരു സെക്യുലറിസത്തെ കണ്ടത്. നമുക്ക് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നതിനേക്കാൾ മതസൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ പോകുന്ന, അയ്യപ്പന്റെ അമ്പലത്തിൽ നിന്ന് ആന മുസ്ലിം പള്ളിയിൽ വിഗ്രഹം എടുത്ത് വലയം വെക്കുന്ന, അയ്യപ്പന്റെ അമ്പലത്തിൽ വാവരുസ്വാമിയുടെ നടയിൽ വിഗ്രഹം വെക്കാതെ ഇസ്ലാം മതത്തെ ആചരിക്കുന്ന രീതിയിൽ നമുക്കുള്ള ആ മഹത്തരമായ പാരമ്പര്യം ഉണർത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇനി മാധ്യമങ്ങളെ കുറിച്ചൊരു വിമർശനം. നമ്മുടെ മണ്ഡല മകരവിളക്ക് കാലം വരുമ്പോൾ ഒക്കെ വലിയ രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടാറുണ്ടല്ലോ. നമ്മൾ വാവരുസ്വാമിയെ പലപ്പോഴും കവർ ചെയ്യാറില്ല, ആർത്തുങ്കൽ വെളുത്തച്ഛനെ പലപ്പോഴും കവർ ചെയ്യാറില്ല. നമ്മുടെ ബഹുസ്വരതയുടെ, കൾച്ചറൽ യൂണിറ്റിയുടെ, എന്നാൽ കൾച്ചറൽ പ്ലൂറലിസ്റ്റിന്റെ, ഒരു സ്പിരിച്വൽ പ്ലൂറലിസ്റ്റിന്റെ കോൺസെപ്റ്റ്സ് നമ്മൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ സെക്യുലറിസത്തിന്റെ അടിസ്ഥാനം ഇന്ത്യൻ സ്പിരിച്വലിസമാണ്. നമ്മുടെ സ്പിരിച്വലിസം സെക്യുലർ ആണ്, നമ്മുടെ സെക്യുലറിസം ഒരു അർത്ഥത്തിൽ സ്പിരിച്വലുമാണ്. ആ അർത്ഥത്തിലുള്ള സാമൂഹിക ഇടപെടൽ പ്രധാനമാണ്. അത് നടക്കുന്നില്ല. 2, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ശാസ്ത്രീയമായ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റമോ, ശാസ്ത്രീയമായ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റമോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു ഫിലോസോഫിക്കൽ എൻക്വയറി, ഇൻക്വിസിറ്റീവ്നെസ് നമ്മുടെ ജനതയിൽ ഉണ്ടാക്കുന്നില്ല. പലപ്പോഴും അന്ധവിശ്വാസത്തിലേക്ക് വഴിമാറി പോകുന്നുണ്ടെന്ന് സത്യമാണ്. ഞാൻ തന്നെ സ്വയം ദൈവമാണെന്നും കൽക്കിയുടെ അവതാരമാണെന്നും വന്ന 2-3 പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളത് അറിഞ്ഞത്? ഞങ്ങളത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഞങ്ങളാണ് കൽക്കിയുടെ അവതാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവമാണെങ്കിൽ പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തമായിട്ട് അറിയാൻ. പക്ഷേ സെൽഫ് ഡില്യൂഷണലായ, ഇല്യൂഷനിൽ ബേസ് ചെയ്യുന്ന, വിശിഷ്യ ഹിന്ദുക്കളുടെ കാര്യം പറഞ്ഞാൽ 80 രൂപയ്ക്ക് കാവ്യ മേടിച്ചിട്ടാൽ ആർക്കും സന്യാസിയാവുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ വലിയ ആത്മീയ ആചാര്യന്മാർ, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ശ്രീ രവിശങ്കറോ, മാതാ അമൃതാനന്ദമയി ദേവിയോ, അല്ലെങ്കിൽ ബാബാ രാംദേവിനെ പോലുള്ളവർക്ക് പോലും ഇത്തരം ആൾക്കാർ ചീത്തപ്പേര് കൊണ്ടുവരും. അപ്പോൾ ഈ രീതിയിൽ സമൂഹം മൊത്തം മാറി ചിന്തിക്കണം. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് സമന്വയം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ ചാനൽ ചർച്ചകൾക്കപ്പുറം ഇതിൻ്റെ ഒരു സ്കോപ്പ് കിട്ടില്ല. ഈ മാധ്യമ ചർച്ചകൾ പൊതുസമൂഹം ഏറ്റെടുക്കുകയും ആ രീതിയിൽ യുക്തിയും ഭക്തിയും ഒരുമിപ്പിക്കാൻ, വിവേകാനന്ദനെയും ഐൻസ്റ്റീനെയും ഒരുമിപ്പിക്കാനുള്ളൊരു
പ്രവണതയുണ്ടാകുകയും അത് ഇന്ത്യൻ കൾച്ചറിൻ്റെ മർമ്മബിന്ദുക്കൾ അറിഞ്ഞുകൊണ്ട് മാത്രം പോയാലേ, അതാണ് ഗാന്ധിജിയുടെ മഹത്വം. നമ്മുടെ കൾച്ചറിൻ്റെ എസൻസ് അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ രാമരാജ്യം യേശുദേവൻ്റെ ദൈവരാജ്യമാണെന്നും ഖലീഫ ഉമറിൻ്റെ സ്വപ്നതുല്യമായ രാജ്യമാണെന്നും പറയുന്ന രീതിയിൽ ഒരു കൾച്ചറൽ യൂണിറ്റി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അത് ഭൂരിപക്ഷ സമുദായത്തെ വിശിഷ്യ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. സമന്വയത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പലപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഡോക്ടർ ഡേവിഡ്, ജനതയെ കാര്യകാരണ ബന്ധത്തോടെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതൃത്വം, ആചാര്യന്മാർ അടക്കമുള്ളവരുടെ അഭാവം ഒരു വശത്ത്, മറുവശത്ത് ഇവിടെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചു ശരിയായ സന്ദേശം നൽകേണ്ട മാധ്യമങ്ങളടക്കം ഇത്തരത്തിൽ വലംപിരി ശങ്കിൻ്റെയും സ്വയംവര യന്ത്രത്തിൻ്റെയും ശത്രുസംഹാര പൂജകളുടെ അടക്കമുള്ള പരസ്യങ്ങളും അത്തരത്തിലുള്ള സന്ദേശങ്ങളും നിരന്തരമായി സമൂഹത്തിന് കൈമാറുന്നുണ്ട്. അത്തരത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അത് ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ മാത്രമല്ല, സംഘടിത ശ്രമത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ശ്രീമൻ സിവിക് ചന്ദ്രൻ പറഞ്ഞതിൽ ഒരു അർദ്ധസത്യമുണ്ട്. യുക്തിവാദികളെ, ഞാൻ ആ പദം തന്നെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു, യുക്തിബോധമുള്ളവരെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതെടുക്കാതെ വരുന്ന എന്തുകൊണ്ടെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ ഒരു പുനർവായന ആവശ്യമായിട്ട് വരുന്നു എന്ന് ചിന്തിക്കുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവർക്കും നന്മ വരുത്തുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതല്ല. മതരഹിതമായ ഒരു സമൂഹമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത മതേതരത്വം. ഈ ഓരോ മതങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മതങ്ങളുടെ ജനസംഖ്യ അനുസരിച്ചുകൊണ്ട് ആ മതങ്ങളുമായി ഒട്ടി നിൽക്കാനും അവരുടെ പ്രീതി പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ആനുകൂല്യം നേടാനും ശ്രമിക്കും. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ നേതൃത്വം ഉപയോഗിച്ചുകൊണ്ട് മതത്തെ സംഘടിതമായി പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന മത നേതാക്കന്മാരുമാണ് ഇവിടുത്തെ ശാപം. അത് നമ്മൾ കണ്ടെത്തണം. അപ്പോഴാണ് ജനങ്ങളെ ഇതിൽ നിന്ന് മുക്തരാക്കാൻ പറ്റുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി ആശയങ്ങൾ കണ്ടെത്താനും കഴിയുന്ന, അതായത് പണ്ട് പൗലോ ഫ്രയർ പറഞ്ഞ പോലെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോളോയിങ് തിങ്സ്, ഇസ് എഡ്യൂക്കേഷൻ ഈസ് ദി ഫോളോയിങ് ഈസ് ക്രിയേഷൻ ആൻഡ് റീക്രിയേഷൻസ് ഓഫ് ഐഡിയ. ആശയങ്ങൾ വിഴുങ്ങലല്ല വിദ്യാഭ്യാസം, ആശയങ്ങൾ ആവിഷ്കരിക്കലും പുനരാവിഷ്കരിക്കലുമാണ്. അങ്ങനെ ആശയങ്ങൾ ആവിഷ്കരിക്കാനും പുനരാവിഷ്കരിക്കാനും കഴിയുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടെത്തുമ്പോൾ, വളർത്തിയെടുക്കുമ്പോഴാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച എനിക്ക് എതിരഭിപ്രായമുണ്ട്. ഈ സന്തോഷ് മാധവൻ എന്നൊക്കെ ചെറിയ പരലുകളാണ്, അതിനേക്കാൾ വലിയ പരലുകൾ ഇവിടെ സൂചിപ്പിച്ചു. അവർ കോടീശ്വരന്മാരാണ്, വലിയ ആശ്രമങ്ങളും ആശുപത്രികളും നടത്തുന്നതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഈ തട്ടിപ്പ് അംഗീകരിക്കുകയും പാവപ്പെട്ട ഈ സന്തോഷ് മാധവൻ ചെയ്യുന്ന മോശമാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഈ എല്ലാം ഒരേ നിയമത്തിൽ ഒരേ ഇതിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇത് തിരിച്ചറിയണം. ഇവരെന്തുകൊണ്ട് ഈ ചൂഷണത്തിന് ജനങ്ങളെ വിധേയരാക്കണം? എന്തുകൊണ്ട് ഈയാമ്പാറ്റകളെ പോലെ? രാഹുൽ ഈശ്വർ, ഇതിൽ വലിപ്പച്ചെറുപ്പമുണ്ടോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതിൽ? അതല്ലെങ്കിൽ അമാനുഷികമായ ശക്തിയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നതിൽ, അതിന്റെ ഭാഗമായി ജനങ്ങളെ ആകർഷിക്കുന്നതിൽ അതിൽ രാഷ്ട്രീയ നേതൃത്വവും ഉന്നതരായ മതമേലധ്യക്ഷന്മാരും ആചാര്യന്മാരടക്കം അതിൽ രാവണൻ പോലും സന്യാസിയുടെ വസ്ത്രമിട്ടാണ് സീതയെ കക്കാൻ പോകുന്നത്, സീതയെ മോഷ്ടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കാവിയിട്ട് എല്ലാവരും മോശമാണോ? ശ്രീനാരായണ ഗുരുദേവൻ മോശമാണോ? വിവേകാനന്ദ സ്വാമി മോശമാണോ? എല്ലാവരെയും ഒരച്ചിൽ ചെയ്യുമ്പോൾ ഭക്തർ ഇവരെ അനുകൂലിക്കാനായി, ഒരുപക്ഷെ കപടമായ ആൾക്കാരെ അനുകൂലിക്കാൻ വേണ്ടി പോലും വാളെടുക്കുന്നു. എല്ലാവരെയും ഒരേ ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യാതെ ഇതിൽ ശരിതെറ്റുകളില്ലേ? നല്ല ഡോക്ടർമാരും ചീത്ത ഡോക്ടർമാരും ഇല്ലേ? നല്ല മാധ്യമപ്രവർത്തകരും ചീത്ത മാധ്യമപ്രവർത്തകരും ഇല്ലേ? അതേപോലെ ആത്മീയ നല്ല ഡോക്ടർമാർ അല്ലെങ്കിൽ നല്ല എല്ലാ മേഖലയിലും നല്ലതും ചീത്തയുണ്ട്. അതുപോലെ നല്ല ആത്മീയ നേതൃത്വമുണ്ട്, അതേപോലെ മോശമായ. പക്ഷേ മനുഷ്യ മനസ്സിന്റെ ദൗർബല്യമാണ്, പൗരസമൂഹത്തിന്റെ ദൗർബല്യമാണ് ഇത്തരം വ്യക്തികൾ ചൂഷണം ചെയ്യുന്നത്. അതിന് പിന്നിൽ സാമ്പത്തിക ലാഭം മാത്രമാണ് അടിസ്ഥാനം, മറ്റൊന്നുമില്ല. അല്ല, 100% ശരിയാണ്. കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഒരു ആംഗിൾ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ആംഗിൾ ഉണ്ട്. പക്ഷേ അതിന് പ്രതിവിധി എന്താണ്? ഇതിനെ അന്ധമായി അടച്ച് ഇല്ലാതാക്കുകയാണോ? റോഡ് അപകടങ്ങൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് റോഡ് വേണ്ടാന്ന് പറയാൻ കഴിയുമോ? എൻ്റെ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ കൈ വെട്ടിക്കളയുന്നതാണോ നമ്മുടെ സൊല്യൂഷൻ? പകരം നല്ല ആത്മീയത, ഫിലോസോഫിക്കലായ ഒരു ആത്മീയത, യുക്തി കൂടെ ഉള്ളൊരു ഭക്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയല്ലേ. സുനിൽ പി ഇളയിടം, എന്താണ് വിശ്വാസം, എന്താണ് അവിശ്വാസം എന്ന് പോലും തിരിച്ചറിയാനോ അങ്ങനെ വേർതിരിച്ച് കാണുവാനോ കഴിയാത്ത തരത്തിലാണ് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലം. അല്ല, ഇതിൽ ഞാൻ കരുതുന്നത്, ഞാൻ വ്യക്തിപരമായി മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ല. പക്ഷേ മതത്തിനും ദൈവബോധത്തിനും ചില ഫങ്ഷൻസ് ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് ആദരിക്കപ്പെടണം എന്ന് കരുതുന്ന ഒരാളുമാണ്.
ഏത് നിലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മതബോധം അയാളെ ഒരു ധാർമ്മികവും നൈതികവുമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നിടത്തോളം ആ മതം മാനിക്കപ്പെടേണ്ട ഒന്നാണ്. വാസ്തവത്തിൽ മതങ്ങളുടെ ഒരു മൂലതത്വങ്ങളിലേക്ക് ഇറങ്ങി നിന്നാൽ അതിപ്പോൾ ക്രിസ്തു മതത്തെ സംബന്ധിച്ച് സ്നേഹം എന്നൊരാശയായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധമതത്തെ സംബന്ധിച്ച് കരുണ എന്നൊരു സങ്കല്പമായിരിക്കും, അദ്വൈത വേദാന്ത അല്ലെങ്കിൽ വേദാന്ത ഹിന്ദുമതത്തെ സംബന്ധിച്ച് അത് ഏകം എന്നൊരു സങ്കല്പമായിരിക്കും. ഇതിനൊക്കെ ഒരർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ എന്ന് വിളിക്കാവുന്നൊരു തലമുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്തു മതത്തിലെ ഈ സ്നേഹത്തെയാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മുസോളിനിയെ ന്യായീകരിച്ച പിയൂസ് 14 മാർപ്പാപ്പയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ക്രിസ്തു മതത്തിൻ്റെ ആവിഷ്കാരമാണ് നടത്തുന്നതെന്ന് പറയുന്നത് അസംബന്ധമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ ഈ സ്നേഹം എന്നതിനെ അതിൻ്റെ പരമാവധിയോളം കൊണ്ടുപോകാനും അതിനെ ഉപചാരങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി അതിനെ പൗരോഹിത്യത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി അതിനെ ആവിഷ്കരിക്കാനുമുള്ള വലിയൊരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് മതം അതിൻ്റെ ഉന്നതമായ ധാർമ്മികമായൊരു മൂല്യത്തിലേക്ക് എത്തുന്നത്. അതിനു പകരം ഈ ക്രിസ്തുമതത്തെ രക്ഷിക്കാനായി അയച്ചു കിട്ടപ്പെട്ട രക്ഷാപുരുഷനാണ് ഹിറ്റ്ലർ എന്നും മുസോളിനി എന്നും വാദിച്ചിരുന്ന ഒരു മാർപ്പാപ്പയെ നമ്മൾ ക്രിസ്തുമതത്തിൻ്റെ പ്രതിനിധിയായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് മതമെന്ന് പറയുന്നത് ധാർമ്മികമായൊരു പ്രേരണാശക്തിയായി പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് ഗാന്ധി കരുതിയിരുന്നത്, ഗുരു കരുതിയിരുന്നത്. എനിക്ക് യാതൊരു സംശയമില്ല ഇന്നത്തെ ഒരാൾ ദൈവവും അത്തരത്തിലൊരു ധാർമ്മിക പ്രേരണയായി പ്രവർത്തിക്കുന്നില്ല. ആത്യന്ത വിഭാഗീയമായ അത്യന്തം വിദ്വേഷജനകമായ രൂപത്തിലാണ് ആൾ ദൈവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് ഇത്രമേൽ വലിയ വാചമടിക്കുന്ന സമയത്ത് ഗുജറാത്തിൽ 3000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ട് ആ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു വാക്കും മിണ്ടാത്ത സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് കാപട്യാണ്. തൂമ്പയെ തൂമ്പ എന്ന് തന്നെ പറയണം. അസത്യത്തോട് കലഹിക്കുക തന്നെ വേണം. അങ്ങനെ കലഹിച്ചിട്ടാണ് ഗുരു നിന്നത്, അങ്ങനെ കലഹിച്ചിട്ടാണ് വിവേകാനന്ദൻ നിന്നത്. വിശക്കുന്നവനോടും മതം പറയുന്നത് പരിഹാസമാണ് എന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ആ പരിഹാസ്യത അതിൻ്റെ പരമാവധിയിൽ തിമർത്താടുന്നതാണ് ആൾ ദൈവങ്ങളുടെ നടുവിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആൾ ദൈവങ്ങളിൽ എന്തെങ്കിലും ഈ മഹത്വം ഉണ്ടെന്ന് വ്യക്തിപരമായി എനിക്ക് അതിലൊരു ധാർമ്മിക പ്രേരണയും ഞാൻ കാണുന്നു. ഈ കപടമതേതൃത്വം തന്നെയാണ് ഈ നാട്ടിൽ ഇടത് ചിന്തയ്ക്ക് ആഴമേറിയ ആത്മീയതയെ സ്വാധീനിക്കാൻ കഴിയാതെ പോകുന്നത്. 2 ഫാക്ച്വൽ എറേഴ്സ്. ഒന്ന്, ഗുജറാത്തിൽ മരിച്ചത് 1000 പേരാണ്, അതിൽ 800 മുസ്ലിങ്ങളാണ്, 3000 പേരല്ല. ഇത്തരം അതിശയോക്തിയിൽ എന്തുകൊണ്ട് ഇവർ കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം പറയുന്നില്ല? 3.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അപ്പോൾ ആത്മീയതയും സെക്കുലറിസവും മതേതരത്വവും ആർക്കും വന്നില്ലല്ലോ. അപ്പോൾ ഈ രീതി ഒരു ഭാഗത്തിനോട് മാത്രം പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായം ധ്രുവീകരണത്തിലേക്ക് പോകുന്നെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരെ അടച്ചാക്ഷേപിക്കാനും ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള മെന്റാലിറ്റി വിശിഷ്യ ഇടതുകാരെടുക്കുമ്പോൾ അവർ ഇടതിൽ നിന്ന് അകന്നു പോകുന്നേ ഉള്ളൂ. പകരം എൻ്റെ സങ്കല്പത്തിൽ സുധാകരൻ സാറിന്റെ വലിയൊരു സ്റ്റെപ്പായിരുന്നു. അദ്ദേഹത്തോട് പല വിഷയങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും യേശുദാസിനെ പ്രവേശിക്കുന്ന വിഷയം, ശ്രീ വയലാർ രവിയുടെ മകനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രവേശിക്കുന്ന വിഷയത്തിൽ അടക്കം സുധീരമായൊരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് സമന്വയത്തിന്റെ പാതയിൽ പോകണം. അതിൽ രാഷ്ട്രീയ അജണ്ടകൾ വരരുത്. അതിൽ സാമൂഹിക നവോത്ഥാനം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ അടക്കം മുമ്പോട്ട് വെക്കുന്ന ബാക്കി അജണ്ടകൾ ഇല്ലാത്ത സോഷ്യലി ഒരു മാറ്റം അത് കൊണ്ടുവരാൻ ശ്രമിക്കാതെ അതിന്റെ ഉള്ളിൽ രാഷ്ട്രീയവും കോർപ്പറേറ്റ് ഹിന്ദുത്വവും കൊണ്ടുവന്നാൽ സാധാരണ ഹിന്ദുക്കൾ ഇതിൽ നിന്ന് അകന്നു പോവുകയും നമ്മൾ രണ്ടും തർക്കച്ചപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുകയേ ചെയ്യുള്ളൂ. 99% ഹിന്ദുക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഏതുവിധ പുതിയ സ്റ്റെപ്പിനോട് അവർ സർവാത്മന സ്വീകരിക്കുന്നവരാണ്, അവർ സ്വാഗതം ചെയ്യുന്നവരാണ്. പക്ഷേ അത് തർക്കങ്ങളിലും കുതർക്കങ്ങളിലും പെട്ടുപോകുമ്പോൾ അത് നടപ്പാക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുദാസിന്റെ പ്രവേശനം അന്ന് നല്ല മൊമെന്റത്തിൽ നടക്കാതെ. ഡോക്ടർ KS ഡേവിഡ്, ജനനം മുതൽ മരണം വരെ മലയാളികൾ ഓരോ വിശ്വാസത്തിന് പിന്നാലെ സഞ്ചരിക്കുകയാണ്. അത് ജീവിതവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളുണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അതിന് പിന്നിൽ ഓരോ വ്യക്തിയും ആർജിച്ച വിദ്യാഭ്യാസമോ വഹിക്കുന്ന ഉന്നത പദവിയോ ഒന്നും അതിന് തടസ്സമാകുന്നില്ല. എൻ്റെ നോട്ടത്തിൽ ഈ യുക്തിയും ഭക്തിയും, ഭക്തി എന്ന് പറയുന്ന മതവിശ്വാസം ഒരുമിച്ച് പോകുന്ന കാര്യമല്ല. യുക്തിയുടെ അവസ്ഥയിൽ മതത്തിനൊരു സ്ഥാനമൊന്നുമില്ല. കാരണം ഏത് മതമാണെങ്കിലും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂഷണം നടത്തുമ്പോൾ അതിൽ ചെന്ന് വീഴുന്നതിന് അടിസ്ഥാന മാനസിക പ്രവണതയുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ പ്രത്യാശ നൽകുന്ന ഒരു സാധനമാണ് പലപ്പോഴും മതം. ദേ വിൽ ടെൽ യു ഓക്കെ യു വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ ഞാൻ നേരത്തെ രാഹുലിനോട് സംസാരിക്കുകയായിരുന്നു. 10,000 കൊല്ലമായിട്ട് ഇവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ 2000 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇനിയും ഉണ്ടാവില്ല. ബട്ട് ദേ ഹാവ് എ ഹോപ്പ്, അതായത് പ്രത്യാശ. കൃഷ്ണ നിരൂപിച്ചാൽ കൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും എന്ന് പറയുന്നൊരവസ്ഥയാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നൊരു കാര്യമുണ്ട്. അത് സുനിലോ തന്നെയാണ് സൂചിപ്പിച്ചത്. വി ഹാവ് നോ റൈറ്റ് ടു ഡിമോളിഷ് വാട്ട് ഈസ് there in giving an existing relaxation to people.
നമുക്ക് വേണ്ടത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം നിലവിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ മാനസിക നിലവാരത്തെ തുലനാവസ്ഥയിൽ നിർത്താൻ കഴിയുന്ന ചില സംവിധാനങ്ങൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് നിലനിർത്തേണ്ടി വരും. ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കേണ്ടി വരും. സിവിക് ചന്ദ്രൻ, വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് അവിശ്വാസം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിശ്വാസവുമായി ബന്ധപ്പെട്ടോ ഉചിതമല്ലാത്ത നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ, നമ്മുടെ അന്വേഷണ ഏജൻസികളടക്കം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് അങ്ങേയറ്റം സെൻസിറ്റീവാണ്. അതിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുകയും വിശ്വാസത്തിൽ ഇടപെടാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നിൽ വോട്ട് ബാങ്ക്, വോട്ട് രാഷ്ട്രീയമല്ലാതെ മറ്റെന്തെങ്കിലുമുണ്ട് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? രാഷ്ട്രീയത്തിലെ ജീർണതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സമൂഹത്തിലെ ജീർണത നാം ചർച്ച ചെയ്യേണ്ടത്. രാഷ്ട്രീയത്തിലെ ധ്രുവീകരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അത് പരാജയപ്പെട്ടു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വം അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയത്തിലെ ധ്രുവീകരണം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിനെതിരായി ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം നടക്കേണ്ടതാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തെന്ന പോലെ തന്നെ മതത്തിൽ നടക്കേണ്ട ധ്രുവീകരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മതത്തിൽ നടക്കുന്ന ഈ ധ്രുവീകരണത്തിൽ മതത്തിൽ ഉത്തരവാദിത്തമുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പുറത്തു നിൽക്കുന്ന വിശ്വാസികളല്ലാത്ത, അതേ അവസരത്തിൽ രാഷ്ട്രീയം ഒരു അശ്ലീല പദമല്ല എന്ന് വിചാരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് നമുക്ക് അങ്ങനെ ഒരു അശ്ലീല പദമായി നമുക്ക് രാഷ്ട്രീയത്തെ, മതത്തെ തള്ളിപ്പറയാനാവില്ല, തള്ളിക്കളയാനും ആവില്ല. മതത്തിന് അതിൻ്റെതായ റോള് അന്ന് നിർവഹിക്കാനുണ്ട്, ഇന്ന് നിർവഹിക്കാനുണ്ട്. ഇത്തരത്തിൽ പരസ്പരം വിശ്വാസത്തിലെടുത്ത് പരസ്പരം ബഹുമാനത്തോടെ വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ നടത്തുന്ന ഒരു ഡയലോഗിലൂടെ സ്വാഭാവികമായിട്ട് മതത്തിനുള്ളിൽ നിന്ന് നടത്താവുന്ന മാറ്റങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായ, ഭൂരിപക്ഷത്തിന് അനുകൂലമായ സെക്കുലറായ മാറ്റങ്ങളും, അതേപോലെ തന്നെ മതത്തിൽ നിന്ന് പുറത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കേണ്ട മാറ്റങ്ങളും ധ്രുവീകരണവും ഇതെല്ലാം ചേർന്ന് ഒരു ഓവറോളായ ഒരു ആലോചന നമുക്ക് നടക്കേണ്ടതുണ്ട്. അത് ഈ രാഷ്ട്രീയക്കാരന്, യുക്തിവാദിക്ക്, സെക്കുലറിസ്റ്റുകളുടെ ഒരു മുൻകൈ നേടിയെടുത്തിട്ടല്ല. കാരണം ആ മുൻകൈ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഭൗതികവാദ രാഷ്ട്രീയത്തിനോ അത്തരത്തിൽപ്പെട്ട ഒരു കേവലമായ സെക്കുലറിസത്തിനോ യുക്തിവാദത്തിനോ മുൻകൈ ഇല്ലാത്തൊരു സമൂഹമാണത്. അത് അവരുടെ തന്നെ ദൗർബല്യം കൊണ്ടാണ് അവരെ മുൻകൈ നഷ്ടപ്പെടുത്തിയത്. ഇപ്പോഴും അവർക്കില്ലാത്ത ഒരു മുൻകൈ അനുവദിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ചർച്ച സാധ്യമാവില്ല. സ്വാഭാവികമായും നമുക്ക് ഈ നവോത്ഥാനത്തിൻ്റെ പെശകുകൾ എവിടെയാണ് പറ്റിയത്, മതത്തെ അഡ്രസ്സ് ചെയ്യുന്നതല്ലോ, വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുന്നതല്ലോ, നമുക്ക് എവിടെയാണ് പെശക് പറ്റിയത് എന്ന് സെൽഫ് ക്രിട്ടിക്കലാവുകയും അങ്ങനെ മതത്തിൽ നടക്കേണ്ട ധ്രുവീകരണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. ഇത്തരത്തിൽ പക്ഷെ അതിന് പകരമായി രാഷ്ട്രീയത്തിലെ ജീർണതയും മതത്തിലെ ജീർണതയും തമ്മിൽ ഒരു ഐക്യമുന്നണിയാണ് ഇപ്പോൾ. ഈ അവിശുദ്ധമായ ഒരു സഖ്യമുണ്ട്, രാഷ്ട്രീയ ജീർണതയും മതത്തിലെ ജീർണതയും തമ്മിൽ. ഈ അവിശുദ്ധ സഖ്യത്തെ മറികടക്കാനായി ഉത്തരവാദിത്വത്തോട് കൂടിയ ധ്രുവീകരണം മതത്തിലും രാഷ്ട്രീയത്തിലും നടക്കേണ്ടതുണ്ട്. ഇവ തമ്മിൽ പരസ്പര വിശ്വാസം, പരിഷ്കൃതമായ സമൂഹത്തിൽ, സമുദായത്തിൽ നടക്കേണ്ടതല്ല അവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ. 7 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ തല എറിഞ്ഞ് കൊല്ലുന്നു, നിലത്തെറിഞ്ഞ് കൊല്ലുന്നു. ഒപ്പം യുവതി മാനസിക വിഭ്രാന്തിയുമായി ബന്ധപ്പെട്ട് മന്ത്രവാദിയുടെ ചികിത്സയ്ക്കിടെ പീഡിപ്പിക്കപ്പെടുന്നു, അങ്ങനെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ സിവിക് ചന്ദ്രൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. പുരോഗമന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ അവരുടെ സാമൂഹ്യ ഇടപെടലുകൾ ദൗർബല്യമാകുന്നുണ്ട് എവിടെയൊക്കെയോ. അവിടെയാണ് ഇത്തരം ശക്തികൾ ശക്തി പ്രാപിക്കുന്നത്, ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതൊരു സ്വയം വിമർശനപരമായെങ്കിലും നിങ്ങളെപ്പോലുള്ളവർ ഏറ്റെടുക്കണം. അല്ല, സിവിക് അക്കാര്യത്തിൽ പറഞ്ഞതിൽ വലിയൊരു വാസ്തവമുണ്ടെന്ന് തന്നെ കരുതുന്ന ആളാണ് ഞാൻ. അത് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നതല്ല, ഇതിനെത്രയോ മുമ്പ് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മതത്തെ സംബന്ധിച്ച് എടുക്കേണ്ട നിലപാട്. ഞാനിപ്പോൾ യുക്തിവാദികൾ അപ്പാടെ അപ്രസക്തരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ യുക്തിവാദികൾ ഉന്നയിച്ച ആശയങ്ങൾക്ക് അത് ഗൗരവമർഹിക്കുന്ന പരിഗണനയുണ്ട്. ഇപ്പോൾ നെഹ്റു ഒരു യുക്തിവാദിയായിരുന്നു, സഹോദരൻ അയ്യപ്പൻ ഒരു യുക്തിവാദിയായിരുന്നു, വീട്ടിൽ ഏറെക്കാലം യുക്തിവാദ പ്രസ്ഥാനത്തോടൊപ്പം നിന്നിരുന്നു. അതുകൊണ്ട് യുക്തിവാദത്തിന് അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് ഉന്നയിക്കുന്ന ആശയങ്ങളോട് നമുക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടാകാം എന്നതുകൊണ്ട് ആ പ്രസ്ഥാനവും അതിൻ്റെ സമീപനങ്ങളും അപ്പാടെ അസംബന്ധമാണെന്ന് തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് കരുതുന്ന ആളാണ്. അതേസമയം തന്നെ സിവിക്ക് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഇന്നത്തെ ഈ മതാന്ധതയും ആചാരപരതയും രൂപപ്പെടുന്നതിൽ കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള പങ്ക് ഒരു നിലയ്ക്കും കുറച്ച് കാണാൻ പറ്റില്ല. അത് കുറച്ച് കണ്ടിട്ടല്ല സുനിൽ പി. ഇത്തരം ശക്തികൾ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും
ശക്തിപ്പെടുമ്പോൾ അവിടെ ദൗർബല്യമാവുന്നുണ്ട് പുരോഗമന രാഷ്ട്രീയ സംവിധാനം. ഞാനത് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്, ഞാനതിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ അടക്കമുള്ളവർ വാസ്തവത്തിൽ കേരളത്തിലെ ഈ മതത്തിൻ്റെ ആചാരവൽക്കരണത്തോട് ഏറ്റുമുട്ടേണ്ട തരത്തിൽ ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അത് സിവിക്ക് പറഞ്ഞതിൽ മതത്തിൻ്റെ ഒരു തരത്തിലുള്ള ആചാരപരതയോടും പൗരോഹിത്യത്തോടും ഒത്തുതീർപ്പിലെത്തി അപ്പോഴപ്പോഴത്തെ പ്രായോഗിക വിജയങ്ങൾ നേടാൻ കഴിയുമോ എന്ന പരിശ്രമം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമം ഇടതുപക്ഷത്തെ അന്തിമമായിട്ട് പരാജയപ്പെടുത്തുക മാത്രമേ ചെയ്യുള്ളൂ. അത് കാരണം മതത്തിനകത്ത് ഇടതുപക്ഷത്തിന് സംസാരിക്കാവുന്ന ഒരിടമുണ്ട്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ പറഞ്ഞ മതത്തിൻ്റെ ഒരു ധാർമ്മിക ശക്തിയോടാണ്, മതത്തിൻ്റെ ഒരു നൈതിക ശക്തിയോടാണ്. ആ നൈതികതയോടും ധാർമ്മികതയോടും സംസാരിക്കുന്നതിന് പകരം മതത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായിട്ട് രംഗത്തെത്തുന്ന പൗരോഹിത്യാധികാരത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും അവരുമായിട്ടുള്ള സന്ധിയിലൂടെ സാമൂഹ്യ അധികാരം, സാമൂഹ്യ മേൽക്കോയ്മ നേടിയെടുക്കാൻ കഴിയുമെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന സമീപനം പലപ്പോഴും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മതവിശ്വാസത്തെ ഏകപക്ഷീയമായി ഒരു നിലയ്ക്കും തള്ളിക്കളയേണ്ട കാര്യമില്ല. പക്ഷേ മതവിശ്വാസം എന്നത് എപ്പോൾ അതിൻ്റെ നൈതിക ധാർമ്മിക പ്രേരണയ്ക്കപ്പുറം ആചാരപരവും അന്യമതവിദ്വേഷവും പൗരോഹിത്യവുമായി തീരുന്നുണ്ടോ അപ്പോൾ അതിനോട് കർക്കശമായി വിയോജിക്കുകയും വേണം. അങ്ങനെ വിയോജിക്കാതെ വരുന്ന സമയത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മൗലികമായ ഉള്ളടക്കം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഈശ്വർ, അന്ധവിശ്വാസങ്ങളുടെ നിർമ്മാർജ്ജനം, അതിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചൂഷണങ്ങൾ, ക്രിമിനൽ വൽക്കരണം, ഇതിനെല്ലാം തടയുന്നതിന് ഭരണകൂടത്തിന് വളരെ വലിയ പങ്ക് വഹിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അതാത് മതവിഭാഗത്തിന് അത് ചെയ്യാനുണ്ട്. അത് ചെയ്യുന്നില്ല എന്ന ഒരു വിപത്ത് കൂടി ഈ അവസരത്തിൽ ഓർക്കപ്പെടും. ഇല്ല, ചെറിയൊരു ശതമാനം അത് ചെയ്യുന്നില്ല എന്ന് കൺസീഡ് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല, സത്യമാണ്. പക്ഷേ വലിയൊരു ശതമാനം അങ്ങനെയല്ല. ഞാനടക്കം ഒരുപാട് പ്രവർത്തകർ അമ്പലങ്ങളിൽ പ്രഭാഷണങ്ങൾക്ക് സ്ഥിരം പോകാറുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഒരു ബൗദ്ധവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അമ്പലങ്ങളുടെ ഉള്ളിൽ കാണാൻ കഴിയാത്ത ഇടതുപക്ഷ ചിന്തകർ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഈ ഭക്തിയോടൊപ്പം ആചാരങ്ങളോടൊപ്പം അറിവും യുക്തിയും കൊണ്ടുവരാൻ ഗീതാപഠനമാകട്ടെ, അല്ലെങ്കിൽ താത്വികമായ അവലോകനങ്ങളാകട്ടെ, ശങ്കര ദർശനങ്ങളാകട്ടെ, ഗുരുദേവന്റെ ദർശനങ്ങളാകട്ടെ അടക്കം കൊണ്ടുവരുന്നുണ്ട്. ഈ നാട്ടിൽ മതം പോലെ തന്നെ ശക്തമായൊരു സംവിധാനം തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അവരോട് ഒരു കാലത്തും നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡില്ല. അവരടക്കം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യം എന്താ? ഏറ്റവും വലിയ ആത്മീയവാദിയായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനാണ് ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന സഹോദരൻ അയ്യപ്പൻ. അല്ലെങ്കിൽ ഏറ്റവും വലിയ പൂജാരിയായിരുന്ന ഭക്തിവാദിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ശിഷ്യനാണ് ഏറ്റവും വലിയ ജ്ഞാനയോഗത്തിന്റെ പ്രയോക്താവായ വിവേകാനന്ദൻ. ആ രീതിയിൽ ഒരു സൈക്കോമെട്രിക്സ് ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ട്. അതിൽ ഭക്തിക്ക്, യുക്തിക്ക്, കർമ്മത്തിന്, അതായത് സേവനത്തിന്, അതോടൊപ്പം ധ്യാനത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ സമഗ്രവും സർവതല സ്പർശിയുമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇടത് ചിന്തകരും ഇടതുപക്ഷവും അടക്കം വിശ്വാസികളോട് ചേർന്ന് ചൂഷകരെ ഒരുമിച്ച് എതിർത്തുകൊണ്ട്, ചൂഷകരെ വേണ്ട, അതിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആംഗിൾസിനെ വേണ്ട, കപടമായ അമിത ഭക്തി വേണ്ട, അമിത ആചാരപ്രിയത വേണ്ട, വെറുതെ ഒരു കല്ലിനെ അവിടെ വിട്ട് കാണിച്ചാൽ അപ്പം തന്നെ പൂജിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരെങ്കിലും ഒരാൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്താൽ പുറകെ എല്ലാവരും കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അറിയാതെ ആട്ടം കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇവരെ മാറ്റിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിന് സമന്വയത്തിൻ്റെ ഭാഷ ആവശ്യമാണ്. ഒരുമിച്ച് നമ്മുടെ നാട്ടിലെ ബൗദ്ധിക സമൂഹവും മാധ്യമ സമൂഹവും ഈ രീതിയിലുള്ള ചർച്ചകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കൺസെൻസസിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, ആചാരങ്ങൾ ഇല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല, പക്ഷേ ആചാരങ്ങളെ സപ്ലിമെന്റ് ചെയ്യാൻ അറിവോടുകൂടി, ഭക്തി ഇല്ലാത്തൊരു ലോകം ഉണ്ടാവില്ല, പക്ഷേ ഭക്തിയെ ശുദ്ധീകരിക്കാൻ ഒരു യുക്തിയോടുകൂടി ജ്ഞാനയോഗത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാണാൻ കഴിയും. വീണ്ടും ഒരു ജ്ഞാന, ഭക്തി, കർമ്മ, ധ്യാന യോഗങ്ങളുടെ സംഗമമായി നമ്മുടെ ആരാധനാലയങ്ങൾ ഏത് മതത്തിൻ്റെ ആണെങ്കിലും മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കി തമസ്കരിക്കരുത്. അവരോട് ഒരുമിച്ച് നിന്ന് ഒരു നവോത്ഥാനത്തിന് ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. യെസ്, ഡോക്ടർ കെ എസ് ഡേവിഡ്, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ മാനസിക സംഘർഷം, മാനസിക സമ്മർദ്ദം മൂലമടക്കമുണ്ടാകുന്ന രോഗങ്ങൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നതിന്. അതിനുതകുന്ന സംവിധാനങ്ങൾ, മനോരോഗ ആശുപത്രികൾ, മനഃശാസ്ത്രജ്ഞന്മാർ, അവരുടെ സേവനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം കൂടി കേരളത്തിൽ കാര്യമായിട്ടുണ്ട്. ഗ്രാമങ്ങളിലടക്കം ഉള്ളവരാകട്ടെ അങ്ങേയറ്റം താഴെത്തലത്തിലുള്ള ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് സമീപിക്കാൻ കഴിയുന്ന സാമ്പത്തികമായ നിലയിലോ അല്ലാതാനും അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് ആ മലയാളി അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കുക കൂടിയാണ് ഇത്തരം
വ്യക്തികളിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ ഇടവരുത്തുന്നത് അത് ശാസ്ത്രീയമായ അടിത്തറയുള്ള സൈക്കാട്രിയുടെ ഒരു പരിമിതി കൂടിയായി മാറുകയാണ്. ഇതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, ആവശ്യാനുസരണം മനുഷ്യർക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അപാകതകളും അപര്യാപ്തതകളും പരിഹരിക്കാനുള്ള ഒരു സംവിധാനം സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ചുമതല ഈ ഇവിടുത്തെ സമൂഹത്തിനുണ്ട്, അല്ലെങ്കിൽ സർക്കാരുകൾക്കുണ്ട്. അത് നടക്കാതെ വരുമ്പോൾ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി ഇവരവിടെ ചെന്ന് വീഴും. അപ്പോഴാണ് ഈ സാധനം കൂടുതലായിട്ട് മനുഷ്യ മനസ്സിലോട്ട് അടിച്ചു കയറ്റുന്നത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ യുക്തിവാദികളും മതവിശ്വാസികളും കൂടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് എലിയും പൂച്ചയും കൂടി ഒരുമിച്ച് ഭക്ഷണം തേടുന്നു പറയുന്ന പോലെയാണ്. കാരണം രണ്ടുപേരുടെ ഉദ്ദേശം വ്യത്യാസമാണ്. ഇവിടെ മതങ്ങൾ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റു മതങ്ങളെ ഇടിച്ചു കാണിക്കണം. ഒരു സംസ്കാരമായിരുന്ന ഹൈന്ദവ സങ്കല്പം അതൊരു മതമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റു മതങ്ങളെ എതിർക്കേണ്ടി വരും. ഇതാണ് എല്ലാ മതങ്ങളുടെയും പ്രശ്നം. നിലനിൽക്കണമെങ്കിൽ മറ്റു മതങ്ങളെ എതിർക്കണം. അത് എതിർക്കുമ്പോഴേ നമ്മുടെ കൂടെ ആളുകൾ കൂടുതൽ വരുന്നത്. ആളുകൾ കൂടുതൽ വരുമ്പോഴാണ് ശക്തി കാണിക്കുന്നത്. ശക്തി ഉണ്ടെങ്കിലേ സർക്കാരുകൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുഗ്രഹമായി പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് കാണാം, ഈ പല സ്ഥലത്തും സർക്കാരുകൾ ഇടപെടാൻ മടിക്കുന്നു. ഒരു മാൾദൈവത്തിൻ്റെ ബെഡ്റൂമിനകത്ത് ഒരാളെ വെടിവെച്ചു, സർക്കാർ ഇടപെട്ടില്ല. വേറെ സ്ഥലത്ത് കൊലപാതകങ്ങൾ നടക്കുന്നു, ആരും ഇടപെട്ടില്ല, എൻക്വയറി പോലുമില്ല. ഈ ഒരു സ്ഥിതിവിശേഷം മാറണം. എല്ലാവർക്കും ഒരേ നീതി ലഭിക്കുമ്പോൾ അവിടെ മതങ്ങളായിരിക്കരുത്, അല്ലെങ്കിൽ ആൾദൈവങ്ങളുടെ കൂടുതലുള്ള ആളുകളുടെ സംഘസംഖ്യയായിരിക്കരുത് അവിടെ പരിഗണിക്കപ്പെടേണ്ടത്. കേരളം അന്ധവിശ്വാസങ്ങളുടെയും ആൾദൈവങ്ങളുടെയും നാടായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടോ എന്ന് ന്യൂസ് നൈറ്റ് പരിശോധിച്ചത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ കെ എസ് ഡേവിഡ്, സുനിൽ പി ഇളയിടം, രാഹുൽ ഈശ്വർ, സിവിക് ചന്ദ്രൻ. ഇടവേള.